ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ വേറെ ഏതെങ്കിലും CC ക്യാമറയിൽ ഈ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. വേറെ ക്യാമറ ഇല്ല, CC ക്യാമറ വേറെ ഇല്ല. ഇത് അസോസിയേഷൻ, ഇവിടുത്തെ എല്ലാവരെയും കൂടെയുള്ള അസോസിയേഷൻ വെച്ചേക്കണ ക്യാമറ അതെല്ലായിടത്തും വെച്ചിട്ടുണ്ട്, കുറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ രാവിലെ ഏത് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഇത് എങ്ങനെയാണ്? ഞാൻ 8:10 വന്നപ്പോൾ. സാധാരണ ഞാൻ 7:50 വരും. ഇന്ന് ഇത്തിരി താമസിച്ചു. 8:10 ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഷിപ്പ് യാർഡിന്റെ ഒരു പിള്ളേരെയും കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുണ്ട്. അത് ഇവിടെ വന്ന് അയാൾ ഇവിടെ വണ്ടി ചവിട്ടി. അയാൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ തടുത്ത് വരലേ എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ഉന്തി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. അരുൺ, നല്ല സ്പഷ്ടമായിട്ടൊരു ആൺകൊച്ചി. അതിന്റെ സൈഡിൽ ഒരു കവറിൽ കുറെ കച്ചറകളും കിടപ്പുണ്ട്. ഈ കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ കൊണ്ട്. അങ്ങനെയാണ് കുട്ടിയുടെ മൃതദേഹം ഉണ്ടായത്. ആൺകുട്ടിയാണ്. ആൺകുട്ടി. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ഫ്ളാറ്റിനകത്ത് നടത്തിയ പരിശോധനയിൽ? ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ആകെ സംശയം 21 ഫ്ളാറ്റാണ് ഇവിടെയുള്ളത്. അതിൽ ഈ സൈഡിലുള്ള ഫ്ളാറ്റിൽ 15 ദിവസമായിട്ട് ഒരു ഫ്ളാറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റിൽ ആരെങ്കിലും വന്ന് കയറി ചെയ്താണ് സംശയമുണ്ട്. ഇത് പാക്കറ്റ് മുകളിൽ നിന്ന് വീഴുന്നതായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. ഒരു കൊറിയറിന്റെ പാക്കറ്റിന്റെ അകത്താണ് ഈ കുഞ്ഞിന്റെ ബോഡി താഴത്തേക്ക് വീഴുന്നതായിട്ട് കാണുന്നത്. ഏതാണ്ട് 7:45 7:35 ആ സമയത്താണ് വീഴുന്നത്. പക്ഷേ കാണുന്നത് 8-8:15 ആയപ്പോഴത്തേക്കാണ്. ഇവിടെ ഒരു ഡ്രൈവറാണ് ആദ്യം ശുചീകരണ തൊഴിലാളികളോട് ആദ്യം വേസ്റ്റാണെന്ന് സംസാരിക്കുന്നു. അതിനുശേഷം ബ്ലഡിന്റെ അംശം കണ്ടപ്പോഴാണ് അവർ ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞാണ്. പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ താമസിക്കുന്നവരോട് ചോദിച്ചിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് വിവരമില്ല. പ്രഗ്നന്റ് ആയിട്ടുള്ള ആരും ഇവിടെ താമസിക്കുന്നില്ല. അതിന്റെ ആശാവർക്കർ വന്നിരുന്ന അവർ റിപ്പോർട്ട് കൊടുത്തനുസരിച്ച് ഇവിടെ അങ്ങനെ റിപ്പോർട്ടിംഗ് ഒന്നുമില്ല. സർവൻസ് വന്നവരിലും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റാരെങ്കിലും പുറത്തുനിന്ന് വന്ന് ചെയ്തതാണോ എന്ന് സംശയമുണ്ട്. അത്തരത്തിൽ ആളുകൾക്ക് അനുമതിയില്ലാതെ കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഒരു സെക്യൂരിറ്റി ഒരു ചേട്ടൻ മാത്രമേ അതിന്റെ അകത്ത് ഉള്ളൂ കാര്യമായിട്ട്. അത്ര വലിയ ഫ്ളാറ്റ് ആയതുകൊണ്ടും സെക്യൂരിറ്റിയുടെ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി അവിടെ ഇല്ല. അത്യാവശ്യം ആൾക്കാർക്ക് കയറി പോകാം. ഒരു സെക്യൂരിറ്റി അവിടെ ഉണ്ട്, ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഈ കുട്ടി ജനിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഉറപ്പാണ്. ഇന്നലെയോ കഴിഞ്ഞ രാത്രി അല്ലെങ്കിൽ ഇന്നലെ ജനിച്ച അത്രേ ഉള്ളൂ. അത്ര ഇതായിട്ടുള്ള കുഞ്ഞാണ്. വേറെ അധികം പരിക്കുകളൊന്നുമില്ല. താഴത്ത് വീണതിന്റെ ആ ഇത് മാത്രമേ ഉള്ളൂ. മറ്റു കൂടുതലായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. ബോഡി അങ്ങനെ ഉണ്ട്. പൊതിഞ്ഞാണ് എറിഞ്ഞതല്ലേ? ആ കവറിന്റെ അകത്താക്കി ഇട്ടിരുന്നത്. ആ ഒരു കൊറിയർ സർവീസ് വന്ന പാക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാക്കറ്റിന്റെ അകത്താണ് ബോഡി ഉണ്ടായത്.